രജനീകാന്തിനെ കൂടെ നിൽക്കുമ്പോൾ ഫേസ് ടു ഫേസ് ആണല്ലോ, എനിക്കറിയാൻ പാടില്ല പുള്ളിനെ കൂടെയുള്ള കോംബോ ആണ് അങ്ങനെയൊന്നും എനിക്കറിയാൻ പാടില്ല. കട്ട് പറഞ്ഞ് അങ്ങനെ നടക്കുമ്പോൾ ഞാൻ പേസാൻ ഇരിക്കുക, നീ എന്നെ തിട്ടിക്കിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് ബോറടിക്കണമെങ്കിൽ ഞാൻ ചിലപ്പോൾ പണിക്കും വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കും. ഞാൻ അച്ഛനെ കൂടെ ബിൽഡിങ്ങിന് പണിക്കൊക്കെ പോകും. അപ്പോൾ അവിടെ ഇല്ല നമ്മുടെ ഇവിടെ തന്നെ. ഇവിടെ തമിഴ്ക്കാരുണ്ടല്ലോ, ഈ പണിക്കാരുണ്ടല്ലോ, അപ്പോൾ അവരെ കൂടി അങ്ങനെ സംസാരിച്ച് സുരാജ് ഇങ്ങനെ ഫുൾ ഡാൻസറായിട്ടൊക്കെ വരുന്നൊരു സിനിമയൊക്കെ വരട്ടെ, രസമായിരിക്കില്ലേ? അതെ, പൊളിക്കും. ഹിന്ദി പറഞ്ഞ ചെയ്ത് കഴിഞ്ഞ് അത് അന്ന് ഞാൻ പെട്ട വേട്ടല് നാട്ടിൽ സ്റ്റാറായി. നാട്ടിൽ പണ്ടേ സ്റ്റാറാണ്. നാട്ടിൽ സ്റ്റാറായി. ഇന്ന് ഷെമിൻ സ്റ്റുഡിയോയിൽ സുരാജ് എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങി നൈറ്റ്സിലെ പ്രശാന്ത്, ആ സ്റ്റൈലിഷ് പ്രശാന്ത് അല്ലേ? കൂളിംഗ് ക്ലാസ് വെച്ചാൽ വിനായകൻ ചേട്ടനെ പോലെ ഉണ്ടല്ലോ എന്ന് പറയുന്ന ഈ ഡയലോഗ് പറഞ്ഞിട്ട് വിനായകൻ ചേട്ടനോട് സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ലൊക്കേഷനിൽ പുള്ളി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പുള്ളിയോട് പറഞ്ഞു, ഞാൻ കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞ വിനായകനെ കൂട്ടുണ്ടാ നീ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, നീയാ എന്നെ പോലെ? അപ്പോൾ ഓടാന്ന ക്ലാസ് ആണോ? നിന്റെ താരത് പറഞ്ഞേ ക്ലാസ്, നീ എന്നെ പോലെ എന്നുള്ള ഇരിക്കണേ ക്ലാസ്. ഏതെങ്കിലും സിനിമയുടെ ലൊക്കേഷനിൽ വിനായകൻ ചേട്ടനെ അങ്ങനൊരു ഇതുണ്ടോ, സ്വയം തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ട് എന്നൊക്കെ? ഇല്ല. അതിൽ ആ ഡയലോഗ് വന്നത് എങ്ങനെയാ? സുരാജിനെ കണ്ടിട്ട് എഴുതിയതാണോ അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണോ? ഇല്ല, ആ ഡയലോഗ് എനിക്കൊന്നും എന്നെ കണ്ടിട്ട് അങ്ങനെ എഴുതിയായിരുന്നു. ശ്യാം പുഷ്കർ എൻ്റെ ഡയലോഗൊക്കെ തന്നത് സ്പോട്ടിലാണ് എനിക്ക് എഴുതി തന്ന ഡയലോഗൊക്കെ പറയേണ്ടത്. സ്പോട്ടിൽ എഴുതി കണ്ട് ക്യാരക്ടറൊക്കെ പഠിച്ച ശേഷം. സുരാജിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടോ? കൂടുതൽ എൻ്റെ കയ്യിൽ നിന്നാണ് എടുത്ത് പറഞ്ഞേക്കുന്നത്. പുള്ളി പറഞ്ഞേക്കണത് ഈ കണ്ടന്റ് വിടാതെ നിന്റെ കയ്യിൽ നിന്ന് എടുത്ത് പറഞ്ഞു, കുഴപ്പമില്ലെന്നുള്ളത്. ഓക്കെ. ഈ കുമ്പളങ്ങിയിൽ വരുന്നതിന് മുമ്പും സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? കുമ്പളങ്ങി പറഞ്ഞ യൂബിൻ്റെ പുസ്തകം, അതിനകത്ത് സൈഡ് നിൽക്കാനൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചാലേ കാണുള്ളൂ, ശ്രദ്ധിച്ചു നോക്കിയാലേ കാണുള്ളൂ. അങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയാക്കി. മുല്ലയിലുണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ രജിസ്റ്റർ ചെയ്യുന്ന ക്യാരക്ടർ കുമ്പളങ്ങിയായിരുന്നു. ഈ കുമ്പളങ്ങിയിൽ ഭയങ്കര കയ്യടിയായിരുന്നു. അപ്പോൾ ആ സീൻ ചെയ്തൊക്കെ കഴിഞ്ഞിട്ടേ അപ്പോൾ എന്താ തോന്നി? എങ്ങനെ ഉണ്ടായിരുന്നു അതിൽ അഭിനയിച്ചിട്ട് കഴിഞ്ഞപ്പോൾ? അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞ വേറെ ലെവല്. നമ്മ നാട്ടിലെങ്കിലും നമ്മൾ താരമില്ലേ ആണല്ലേ? ഈ സുരാജിന്റെ പേര് നമ്മൾ വിക്കിപീഡിയയിലൊക്കെ എത്താമ്പോൾ സുരാജ് പോപ്സ് എന്നാണ് കാണുന്നത്. പോപ്സ് പിള്ളേര് കൂടുതൽ വിളിക്കുന്ന പേരാ നാട്ടില്, ഫ്രണ്ട്സൊക്കെ വിളിക്കണ പോപ്സ്. എൻ്റെ പേര് വിളിക്കാറില്ല, എല്ലാവരും പോപ്സ് അങ്ങനെ പേര് അങ്ങനെ പേര് വരാൻ കാരണം പറഞ്ഞാൽ എല്ലാ കൂട്ടുകാരന്മാരും ഒരാൾക്ക് പേരിടുമല്ലോ, അതുപോലെ അങ്ങനെ ഇട്ടാ. അത് വേറെ ഒന്നുമില്ല. എൻ്റെ കൂടെ മുമ്പിലൊരു കില്ലറും കൂടെയാണ്, കില്ലർ പോപ്സ് എന്നാണ് വിളിച്ചത്. ഞാൻ കില്ലർ ഞാൻ പറഞ്ഞു മാറ്റിച്ച്, വയലൻസ് ആയതുകൊണ്ട്. അതെ, അതേ മാറ്റാൻ പറഞ്ഞു. അത് വിളിക്കണ്ട, പോപ്സ് വിളിച്ചോ, കുഴപ്പമില്ല. ഒരു ഫ്രണ്ട്സിന്റെ വലിയ ഗാങ് ഒക്കെ ഉണ്ടല്ലേ? ഫ്രണ്ട്സാണ്, എല്ലായിടത്തും ഫ്രണ്ട്സ് ഉണ്ട്, എവിടെ പോയാലും ഫ്രണ്ട്സാണ്. ഇപ്പൊ നമ്മൾ അതിനുശേഷം ജയിലറിൽ കണ്ടു, രജനീകാന്ത് തല വെട്ടിക്കളയുന്ന കണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവം പറയോ, എങ്ങനെ ഉണ്ടായിരുന്നു രജനീകാന്തിന്റെ കൂടെ നിൽക്കുമ്പോൾ? രജനീകാന്തിനെ കൂടെ നിൽക്കുമ്പോൾ ഫേസ് ടു ഫേസ് ആണല്ലോ, എനിക്കറിയാൻ പാടില്ല പുള്ളിനെ കൂടെയുള്ള കോംബോ ആണ് അങ്ങനെയൊന്നും എനിക്കറിയാൻ പാടില്ല. ചെന്ന് ഫോട്ടോഷൂട്ട് കുറച്ച് 2-3 ദിവസം, ഒരു ദിവസം ഫോട്ടോഷൂട്ടിന് വിളിച്ച് അങ്ങനെ ചെന്ന് ഒരു മുണ്ട്, ഒരു ബനിയാനൊക്കെ എടുത്ത് കുറച്ച് വാള് ഉണ്ടായിരുന്നു, അത് ഇതൊക്കെ എടുത്ത് കൈ തന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ശരിയെന്ന് പറഞ്ഞ് ഇട്ട്. പിന്നെ ഷൂട്ട് നമ്മുടെ ഡേറ്റ് വന്നപ്പോൾ വിളിച്ചിട്ട് അപ്പോൾ ചെന്നപ്പോഴാണ് അറിയണം പുള്ളിനെ കൂടി കോംബോ സീനാണ്, ഇങ്ങനത്തെ ഒരു സീനാണ്. അന്നേരം സീനൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ല. ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ അപ്പോഴാണ് പറയണം കാര്യങ്ങളൊക്കെ പറയണം. അപ്പം പുള്ളിനെ ഭയങ്കരമായിട്ട് ചീത്ത പറയണ സീനാണ് അതിനകത്ത്. അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു, അതൊരു പേടിയായിരുന്നു. പുള്ളിനെ നമുക്ക് ലെജൻഡായിട്ട് വലിയൊരാളെ നമ്മൾ സ്ക്രീനിൽ കണ്ടിരുന്ന ആളാ മുമ്പിൽ നിന്ന്. പുള്ളിനെ തന്നെ കുറേ നമുക്ക് തമിഴൊന്നും കറക്റ്റ് അറിയാനും പാടില്ല, വായി തോന്നണൊക്കെ പുള്ളിനെ വിളിച്ചിരുന്നു. പുള്ളി കുഴപ്പമില്ല. പുള്ളി അതിനിടയ്ക്ക് കട്ട് പറഞ്ഞ് അങ്ങനെ നടക്കുമ്പോൾ ഞാൻ പേസാൻ ഇരിക്കുക, നീ എന്നെ തിട്ടിക്കിട്ടിരിക്കുകയെന്ന് പറഞ്ഞു പുള്ളി. ഞാൻ സാറേ അതൊന്നും കുഴപ്പമില്ല, പുള്ളി നീ നിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. പുള്ളി അങ്ങനെ വലിയ ജാടയെന്നുള്ള മനുഷ്യനല്ല. പിന്നെ സംസാരിച്ചാൽ കുറച്ച് എവിടെയാണ് സ്ഥലം? ഞാൻ പറഞ്ഞു കേരള. പുള്ളി ഞാൻ
ചെന്നൈയാന്ന് പറഞ്ഞിരിക്കണേ. ഓക്കെ. ഞാൻ കേരള തമിഴല്ല കേരളയിലാണെന്ന് പറഞ്ഞു. ഞാൻ ജയിലറിന് ശേഷം തൊട്ട് സുരാജിനെ വിളിക്കുക. അതെ. അപ്പൊ വിളിക്കുമ്പോഴൊക്കെ ഷൂട്ടിലാണ് തമിഴ് ഷൂട്ടിലാണെന്ന് പറയും. അപ്പോൾ 2 പടം വേറെ നടക്കണ്ടായിരുന്നു. അത് ആനന്ദ് കൃഷ്ണൻ എന്ന് പറഞ്ഞ മെട്രോ എന്നും പറഞ്ഞ പടം. ഞാൻ ഇതിക്ക് മുമ്പ് തമിഴ് ചെയ്തിട്ടുണ്ട, ജയിലറിന് മുമ്പ് തമിഴ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോടിയിലൊരുവൻ എന്ന് പറഞ്ഞു. കോടിയിലൊരുവൻ. അത് ആക്ടർ നമ്മുടെ വിജയാനണിയായിരുന്നു. കൊറോണ ഒക്കെ വന്ന ശേഷം തിയേറ്ററിൽ റിലീസായ പടമാണ്. അതൊരു അത്യാവശ്യം തിയേറ്ററിൽ ഓടിയ പടം, നല്ലൊരു പടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ജയിലറൊക്കെ വിളി വന്നു. ക്യാരക്ടർ കണ്ടിട്ട് ചെയ്ത ക്യാരക്ടർ കണ്ടിട്ട് എനിക്ക് ജയിലറൊക്കെ വിളി വന്നു. അങ്ങനെ ചെയ്ത. പിന്നെ അതിനുശേഷം ഇപ്പോൾ ശശികുമാർ സാറിൻ്റെ ഒരു പടം കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ആദ്യം ചെയ്ത ആ ഡയറക്ടറിന്റെ വേറൊരു പടം കൂടി ചെയ്തിട്ടുണ്ട്. ടൈറ്റിൽ എനിക്ക് കറക്റ്റ് അറിയില്ല. വിജയാൻ്റെ മെട്രോ, ആനന്ദ് കൃഷ്ണൻ എന്നാണ് ഡയറക്ടറിന്റെ പേര്. പുള്ളിക്കാരൻ്റെ ഇറങ്ങാൻ പോണുള്ളൂ. പിന്നെ ഒരു കന്നഡ ചെയ്തു, ജയിലർ കഴിഞ്ഞിട്ട് ഒരു കന്നഡ മൂവി ചെയ്തു. അത് അവിടുത്തെ അത്യാവശ്യം നല്ല, എനിക്ക് അവിടുത്തെ ആക്ടറിന്റെ പേര് വേറൊരു അതില് പടം ഇറങ്ങിയല്ല അല്ല കറക്റ്റ് പറയാൻ പറ്റില്ല. സസ്പെൻസ് ആണോ? സസ്പെൻസ് എന്ന് വെച്ചാൽ ഒരു നമ്മുടെ വീരപ്പന്റെ ഒരു ഹൊറർ മൂവിയാണ്. അപ്പൊ വീരപ്പന്റെ ബേസ് ചെയ്തൊരു കഥയാണ്. ഈ തമിഴ് ചെയ്തത് വില്ലനായിട്ടാണോ? ഞാൻ അതർ സ്റ്റേറ്റ് പോയി ചെയ്തെല്ലാം വില്ലനായിട്ട്. സുരാജിലൊരു വില്ലത്തര ആൾക്കാർ കാണുന്നുണ്ടല്ലേ? അതെ, നമ്മൾ ലുക്കൊക്കെ അങ്ങനത്തെ കൊണ്ട്. ലുക്ക് അങ്ങനൊന്നും ഇല്ല ഇപ്പൊ. കുമ്പളങ്ങിയില് ഭയങ്കര രസമുള്ള ഒരു ലവറായിട്ടല്ലേ അഭിനയിച്ചത്? അതെ, അത് ഓക്കെ. അപ്പൊ നമ്മള് എനിക്ക് എന്റെ ഈ കോലത്തിന് എനിക്ക് അവിടെയാണ് ആക്ടറിനെ എനിക്ക് തോന്നുന്നത്. മലയാളത്തിനേക്കാളും കൂടുതൽ എനിക്ക് വിളി വരുന്ന അവിടെ നിന്ന് തന്നെ. ഓക്കെ. കുമ്പളങ്ങി കഴിഞ്ഞിട്ട് മലയാളത്തിൽ നിന്ന് അങ്ങനെ വിളി കൂടിയിട്ടില്ല? മലയാളത്തിൽ എനിക്ക് വിളിയൊന്നും വേറെ വന്നിട്ടില്ല. അതിക്ക് മുമ്പ് ഞാൻ ജയിലർ ചെയ്ത് നിൽക്കുമ്പോൾ കൊത്തയിലേക്ക് എന്നെ വിളിച്ചായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ ഷൂട്ടുള്ള കാരണം ഇവിടെ പോകാൻ പറ്റില്ല. അല്ല, എനിക്കൊരു ഫുൾ ടൈം അതിൽ കൂടി വേണമെന്നുള്ളൊരു ഇത് പറഞ്ഞ കാരണം എനിക്കങ്ങനെ പറയാം. അപ്പം അവിടെ ഞാൻ ഓപ്പൺ ഡേറ്റ് കൊടുത്തേക്കണേ എപ്പോൾ വിളിച്ചാകുന്നുള്ള സീൻ. രജനാൻ സാറല്ല, അത് കാരണം വർക്ക് അവിടെ ഇത് പോകരുത്, അപ്പം എല്ലാം സമ്മതിച്ച്. അങ്ങനെ അത് കാരണം ഇത് എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു കൊത്ത. അങ്ങനെ ഈ കുമ്പളങ്ങിയിലേക്ക് ഓഡിഷൻ വഴി ചെന്നാൽ കുമ്പളങ്ങി ഓഡിഷൻ ചെയ്തെടുത്താ. ഓഡിഷനിൽ തന്നെ ഓക്കെ ആയിരുന്നോ? ഓഡിഷനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഓഡിഷൻ അറ്റൻഡ് ചെയ്യണം. അതിനകത്താണ് എനിക്ക് എന്താണ് ഏതാണെന്ന് നമുക്കറിയാൻ പാടില്ല. പിന്നെ പടത്തിൽ ചെയ്യണമെന്നും സിനിമയിൽ അഭിനയിക്കണമെന്നും അപ്പോഴും നല്ല താല്പര്യം ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചപ്പോഴും ഞാൻ ഇല്ലെന്ന് തന്നെ പറഞ്ഞത്. ശ്യാമിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഇല്ല ശ്യാമി, നമുക്ക് പറ്റൂല ഈ പണി. പിന്നെ ഓഡിഷൻ പോയത് എന്തിനാ? അപ്പം പിന്നെ നമ്മുടെ ഫ്രണ്ട്സ്, പിന്നെ ഡാൻസ് പഠിപ്പിക്കണ നമ്മുടെ സാറ്, അവരെല്ലാം കൂടി പിന്നെ നിർബന്ധിച്ച് അവരുണ്ട്. ഞങ്ങളുടെ ടീമെല്ലാം ഉണ്ട് കുമ്പളങ്ങിയിൽ പടത്തിനകത്ത്. ഞങ്ങൾ ഡാൻസ് ട്രൂപ്പിലെല്ലാവരും ഉണ്ടാവും പടത്തിൽ. ഓരോരോ സീനിലായിട്ടുണ്ട്. അങ്ങനെ അഭിനയിക്കാനായിട്ടുണ്ട്. ബാറിലെ സീനകത്തൊക്കെ നമ്മുടെ പിള്ളേർ അതിനകത്തൊക്കെ ഇരിക്കണം. അപ്പം അങ്ങനെ ഞാൻ ഇല്ലെന്ന് പറഞ്ഞാണ്. അങ്ങനെ പിള്ളേർ അങ്ങനെ എല്ലാവരും പോയി ചെയ്യുന്നുണ്ട്. നീയും പോയി ചെയ്യും, കിട്ടിയ അല്ലെങ്കിൽ വേണ്ട അങ്ങനെ നോക്കുക. എന്നാൽ പോയി നോക്കാമെന്ന് പറഞ്ഞാൽ ചെന്നപ്പോൾ ചെയ്ത് ഓക്കെ. അവർ കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടം. അവർ പറഞ്ഞ സാധനം ഞാൻ ചെയ്തു. അപ്പോൾ കാണിച്ചു കൊടുത്തപ്പോൾ അവർ കുഴപ്പമില്ല. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ ഒരു 4 ഓഡീഷൻ ഉണ്ടായിരുന്നു. 3 ഓഡീഷൻ ഉണ്ടായിരുന്നു. അത് 3ാമത്തെ ഓഡീഷൻ ദിലീഷേറിൻ്റെ അടുത്ത്, ദിലീഷ് പോത്തൻ പുള്ളിനെ അങ്ങനെ കുറച്ച് അടിപൊളിയായിരുന്നു. അത് 3 ഓഡീഷനും അവർക്ക് ഇഷ്ടപ്പെട്ട് നമ്മളെ ഓക്കെ പറഞ്ഞു. ഈ കുമ്പളങ്ങി തിയേറ്ററിൽ കാണുമ്പോഴേ അന്ന് കുട്ടികളുണ്ടോ? 2 പെൺകുട്ടികളല്ലേ? 2 പെൺകുട്ടികളാ. 2 കുട്ടികളുണ്ട്. കുഞ്ഞായിരിക്കും അല്ലേ? ഇല്ല, മൂത്താള്, ചെറിയ ആള് LKG ഓടിക്കുമ്പോഴാണ്. മൂത്താളപ്പോ എന്തോ 4-5 ഓടിക്കുന്നു. അപ്പൊ അവര് ഈ സിനിമ അച്ഛനെ ഇങ്ങനെ വലിയ സ്ക്രീനിലൊക്കെ അതൊരു കുറച്ച് പ്രാധാന്യമുള്ള കഥാപാത്രമായിട്ടൊക്കെ കണ്ടപ്പോ അവരുടെ ഒരു റെസ്പോൺസ് എന്താന്ന് ഓർമ്മയുണ്ടോ? അവരൊക്കെ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അച്ഛനെ സ്ക്രീനിൽ കണ്ട് കൈയൊക്കെ അടിച്ചോ? കൈയൊന്നും അടിച്ചില്ല. കണ്ടിങ്ങനെ നിന്ന് നമ്മളെ സ്ക്രീനിൽ നമ്മളെ കാണുന്നത് പ്രത്യേകതയല്ല. അതെ. സ്വയം കണ്ടപ്പോ എന്താ തോന്നി? സ്വയം കണ്ടപ്പോൾ ഞാൻ തന്നെയാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ളത്. അങ്ങനെ പക്ഷേ ഇൻഹിബിഷൻ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഡാൻസ് ഒക്കെ ചെയ്യുന്നോണ്ടും അങ്ങനെ ഒരു മടിയൊന്നും ഇല്ലല്ലോ ചെയ്യാൻ. എനിക്ക് ആദ്യം ക്യാമറ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, എന്താണ് ഏതാന്ന് നമുക്ക്. അപ്പോൾ ദിലീഷേട്ടൻ പറഞ്ഞാൽ നീ കുഴപ്പമൊന്നും തെറ്റിപ്പോലും കുഴപ്പമൊന്നുമില്ല, പണ്ടത്തെ പോലെ
ഫിലിം പോകും, ഫിലിമില്ല എന്നൊന്നും പറയൂല. ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ടേക്ക് എടുക്കാം. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, വേണ്ട കളഞ്ഞേക്കുന്ന ദിവസം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഞാൻ ഭയങ്കര നാടകത്തിൽ അഭിനയിക്കുന്ന പോലെയാണ് ഞാൻ അതിനകത്ത് സംസാരിച്ചത്. അപ്പോൾ ശ്യാം വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങനെ വേണ്ട. ഞാൻ പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ ചെന്ന് ശ്യാമാണ് വിളിക്കും. അപ്പോൾ ഫ്രീ ആണ് ശ്യാമിനായിട്ട്, എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം, അങ്ങനത്തെ ഒരു മൈൻഡ്. ശ്യാം എന്തോ മച്ചാനെ കപൂറാണെന്ന വസീൻ, മച്ചാൻ ഈ മൂടി പിടിച്ചോ മച്ചാനെന്ന വസീൻ. അല്ലാതെ താനിപ്പോൾ പറഞ്ഞാൽ അഭിനയിക്കണേ, അത് വേണ്ട, നമുക്ക് നാച്ചുറൽ മൂഡ് പിടിച്ചാൽ മതി, ഞാൻ ബിഹേവ് ചെയ്താൽ മതി, അല്ലാതെ അഭിനയിക്കണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒന്നും കൂടി ഈസിയായി. ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞാൽ മതിയല്ല, വേറെ സംഭവമൊന്നുമില്ല. അങ്ങനെ അത് ഈസിയായി. ഓക്കെ ലൈവാണ് ഓക്കെ. അതിനു മുമ്പ് അല്ലാണ്ട് ജോലി ചെയ്തോണ്ടിരുന്നു, അപ്പൊ പെയിന്റിങ് ബിൽഡിംഗ് പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പൊ അതൊക്കെ നിർത്തിയോ? ഇല്ല, ഞാൻ ഇടക്കൊക്കെ പോകും. ഞാൻ ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പോകും, ഇപ്പോഴും പോകും. ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇടക്ക് പോയി പണിയെടുക്കണതിന് മടിയൊന്നുമില്ല. അല്ലാതെ സിനിമ ഇല്ലാത്ത സമയത്താണെങ്കിൽ എന്താ പരിപാടി? ഞാൻ വീട്ടിൽ നിന്ന് ബോറടിക്കണമെങ്കിൽ ഞാൻ ചിലപ്പോൾ പണിക്കും. അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ബോറടിച്ചാൽ പണിക്കൂ അല്ലേ? ഇടക്ക് വീട്ടിലിരിക്കുന്ന സമയം കുറെ ആവുമ്പോ ഇപ്പം വൈഫ് പറയും വെറുതെ ഇരിക്കുന്നത് മടിയാണല്ലോ, പണിക്കും പോയിക്കൂടെ അങ്ങനെ ഇടക്ക് പോകും പണിക്ക്. ഈ മലയാളത്തില് സിനിമാക്കാരെ കണ്ടിട്ട് അങ്ങനെ ചാൻസ് ചോദിക്കൽ പരിപാടിയൊന്നും ഇല്ലേ? ഞാൻ പോകാറില്ല ശരിക്കും പറഞ്ഞാൽ. പോയി കാണണവരെ ചോദിക്കണം, നമുക്ക് വേണ്ടിയാണല്ലോ. എന്തോ ഞാൻ പോകാറില്ല. അല്ല, എനിക്ക് എവിടെയാണ് ഇത് ഒരു വർക്ക് നടക്കുന്നിടത്ത് പോയി തേടി പിടിച്ച് പോയി പോകാനുള്ള ഒരു മൈൻഡ് ഇല്ല എനിക്ക്. നമ്മളെ കണ്ണുമുമ്പിലൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോയി കാണും. ഞാൻ ഒരു ദിവസം ഫോട്ടോ വെച്ച് പോയപ്പോൾ അത് ഇക്കട ഒരു സിനിമ നടക്കണം. അപ്പോൾ അവിടെ പോയി ഇരിക്കാനൊക്കെ കണ്ട് നിൽക്കുക, നമ്മൾ സംസാരിച്ച് ഞാൻ അടുത്ത് എന്തിനുണ്ട് നമുക്ക് ചാൻസ് എന്നോട്ട് നിൽക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ നോക്കടാന്നുള്ളത് ആണല്ലേ, അവർ ഓർക്കണ്ടേ അല്ലേ? നമ്മളെ അത്രക്കും നമ്മ അങ്ങോട്ട് മലയാളത്തിൽ കുമ്പളങ്ങി നൈറ്റ്സ് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടുള്ള പ്രതിഭവം കൂടി ചെയ്തു. അത് പിന്നെ അത്യാവശ്യം റീച്ചായി. അതിന് മുമ്പ് ഇന്ന് മുതൽ പടം ചെയ്തു സിജു വിൽസനെ കൂടി, കൃഷ്ണന്റെ ക്യാരക്ടർ, പടത്തിൽ കൃഷ്ണന്റെ ക്യാരക്ടറാണ്. അത് പറഞ്ഞ് ചെയ്ത് അങ്ങനെ 3-4 പടം മലയാളത്തിൽ ചെയ്ത്. തമിഴിൽ പക്ഷേ കുറെ കോൾ വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഈ ചെയ്ത് നിർത്തിയതല്ലാണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ തമിഴില്? ഇനിയിപ്പോ നമ്മുടെ കുംകി ഡയറക്ടറിന്റെ പടം ചെയ്യാൻ, കുംകി ഡയറക്ടർ പ്രഭു സോളം സാറിന്. അപ്പൊ അത് ഈ ജൂണിൽ തുടങ്ങണ്ടായിരുന്നു. അപ്പൊ മഴ ഇങ്ങനെ കാരണം അവര് ഡേറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് അടുത്ത മാസം. തമിഴില് ഇങ്ങനെ നടനായിട്ട് പോവാണ്. തിരക്കില്ല അങ്ങനെ. അത്യാവശ്യം ഒരു വർക്ക് ചെയ്യുന്ന അടുത്ത വർക്ക് നമുക്ക് വരുന്നുണ്ട്. തമിഴിൽ അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ടോ? തമിഴ് എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോഴാണോ തമിഴൊക്കെ പഠിച്ചത്? സിനിമയിൽ ഇല്ല, നേരത്തെ തമിഴ് ഞാൻ അച്ഛനെ കൂടി ബിൽഡിങ്ങിന് പണിക്കൊക്കെ പോകും. അപ്പൊ അവിടെ ഇല്ല നമ്മുടെ ഇവിടെ തന്നെ. ഇവിടെ തമിഴ്ക്കാരുണ്ടല്ലോ, പണിക്കാരുണ്ടല്ലോ. അപ്പൊ അവരെ കൂടി അങ്ങനെ സംസാരിച്ച് അച്ഛനെ കൂടി പണി, അച്ഛൻ ബിൽഡിംഗ് പണിക്ക് അപ്പോൾ അച്ഛനെ കട്ടെടുത്ത് കൊടുക്കാനൊക്കെ പോകുന്നത്. അപ്പം അങ്ങനെ തമിഴ് എനിക്ക് ഭയങ്കര പറയാനും ഇഷ്ടമാണ്. തമിഴ് സിനിമ കൂടുതൽ കാണും. ഡാൻസ് കളിക്കാൻ പോണ തമിഴ് സിനിമയോട് ഡാൻസ് കൂടുതലുള്ള സിനിമ തമിഴിലാണല്ലോ. നമ്മൾ മലയാളത്തിൽ അത്രയും ഡാൻസിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാറില്ല. തമിഴ് പടം കൂടുതൽ കാണാറ്. അങ്ങനെ കണ്ടും കുറെ പഠിച്ചിട്ടുണ്ട്, കേട്ടും കുറെ പഠിച്ചു. അച്ഛൻ കലാപരമായിട്ട് എന്തെങ്കിലും വീട്ടിൽ അങ്ങനെ ആദ്യത്തെ ആള് ഞാൻ തന്നെ. വീട്ടിലാരും ഇല്ല. ഇപ്പൊ വീട്ടിലാരൊക്കെയാ? വൈഫും കുട്ടികളും അല്ലാതെ? വീട്ടിലിപ്പോ വൈഫും കുട്ടികളല്ല, ഞങ്ങൾ വീട്ടിലിപ്പോ ഞങ്ങളുടെ തറവാട്ടിൽ ഞങ്ങൾ മാത്രമുള്ളൂ. അച്ഛൻ മരിച്ചുപോയി, അമ്മ അനിയനെ കൂടി. അമ്മയ്ക്ക് മോന്റെ അഭിനയൊക്കെ ഇഷ്ടമാണോ? അമ്മക്ക് നേരത്തേക്ക് നമ്മ പഠിത്തവും കളഞ്ഞ് ഡാൻസിനൊക്കെ പോകുമ്പോഴേ തല്ലും പിടുത്തവും വീട്ടില്. പക്ഷെ പഠിക്കാൻ 10ാം ക്ലാസ് വരെ തയ്യറ്റില്ല, 8ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അപ്പൊ അത് കാരണം അങ്ങനെ ഒരു കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വീട്ടില്. പിന്നെ ഇപ്പൊ നമ്മ അത് ഡാൻസ് തന്നെ നമ്മൾ ടി വിയിൽ അമൃത TV, സൂപ്പർ ഡാൻസർ, D4 ഡാൻസ്, അങ്ങനെ കുറെ ചാനലൊക്കെ വന്നപ്പോൾ അതൊക്കെ വീട്ടുകാർക്കൊക്കെ ഇപ്പം അതിനോട് ഇഷ്ടമായി. കുഴപ്പമില്ല, അതിനൊരു വരുമാനം കിട്ടി തുടങ്ങിയപ്പോൾ അവർക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു അരക്ഷിതാവസ്ഥയല്ലേ അല്ലേ, ജോലി വേണം, എന്ത് ചെയ്യും? ഈ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ട് സ്വയം ഇഷ്ടത്തിൽ നിർത്തിയതാണോ? പഠിക്കണ്ടെന്ന് വെച്ച് നിർത്തിയതാണോ? അതെ, എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കണമെന്ന് വെച്ച് നിർത്തിയല്ല. ഞാൻ 8 തോറ്റ് പിന്നെ പഠിക്കാൻ 2ാം കൊല്ലം പഠിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. നമുക്കിപ്പോൾ
ബാക്കിയുള്ളവങ്ങളെല്ലാം ചെറുതുങ്ങളാ എൻ്റെ കൂടെ. എനിക്കപ്പോൾ ഞാൻ മാത്രമേ വലുത് മുതിർന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പോയി, വീട്ടരന്മാരെല്ലാവരും പോവുകയും ചെയ്തു, ജയിച്ച്. ഞാൻ മാത്രമേ. അപ്പോൾ ഞാൻ അങ്ങനെ നിർത്തി ഓർത്തു. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് വെക്കേഷനൊക്കെ വരുമ്പോൾ പണിക്ക് കിടക്കും. അപ്പോഴേ സ്കൂളിൽ പഠിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ, അല്ലാതെ ഈ വുഡ് പോളിഷിങ് അങ്ങനത്തെ പണിക്കൊക്കെ പോകും. അപ്പോൾ അവിടെ 30 രൂപ കിട്ടും അന്നത്തെ കാലത്ത്. 30 രൂപ കിട്ടുക ടൈമിൽ ഒരു ദിവസം 30 രൂപ 2 ഉണ്ടംപൂരി മേടിച്ചു തരും. 30 രൂപയും വൈകിട്ട് 2 ഉണ്ടംപൂരി, അതാണ് അവിടുത്തെ കൂലി. അപ്പം അതിനുവേണ്ടി പോകും. അപ്പം അങ്ങനെ കാശ് വന്നല്ലോ നമ്മുടെ കയ്യിൽ. അപ്പം അങ്ങനെ പഠിത്തത്തിനൊരു വിട്ട്. അപ്പം അങ്ങനെ പഠിത്തം നിർത്തി. അച്ഛനോട് പറഞ്ഞു ഞാൻ പഠിത്തം നിർത്തി. അച്ഛൻ പഠിത്തം നിർത്തിക്കോ, എന്നിട്ട് പണിക്കിറങ്ങിക്കോന്ന് പറഞ്ഞാൽ വിട്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളത്. വെറുതെ എന്തിനും പണിക്കിറങ്ങിക്കോ, എന്തിനും കൈത്തൊഴിൽ പഠിച്ചോ എന്നുള്ളത്. കഴുത്തൊഴിലിന് കുറെ കൊണ്ട് ആക്കി തന്നെ പഠിക്കുക. പക്ഷെ ഞാൻ എന്തിനൊക്കെ ആക്കിയ കുറെ മരപ്പണി, അച്ഛൻ്റെ പണിക്ക് കുറെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. പക്ഷെ അച്ഛൻ്റെ പണിക്കൊന്നും എനിക്ക് ഇഷ്ടമല്ല. വെയിലത്തുനിന്നൊക്കെ പണി പോലെ പറ്റില്ല. കല്ലൊക്കെ എടുത്ത് പൊക്കി പണി. നമുക്കറിയാം അച്ഛൻ്റെ ഒക്കെ കഷ്ടപ്പാട് കാണണല്ലോ ഇത്. കല്ലൊക്കെ പൊക്കി പണി നമ്മളെ കൊണ്ട് പറ്റില്ല. ചെറിയ പ്രായങ്ങളാ. അപ്പോൾ ആ സമയത്ത് പിന്നെ ഈ ലേഡീസ് സ്റ്റോപ്പിൽ ഉണ്ടാക്കാനുള്ള അതിൻ്റെ അവിടെ ഒരു കടയെ കൊണ്ട് ചേർത്ത് അവിടെ നിന്ന് ചാടി. പിന്നെ ഡാൻസ് തന്നെ. ഡാൻസ് സ്വന്തം ഇഷ്ടത്തിന് പോയതാ? ഡാൻസ് സ്വന്തം ഇഷ്ടത്തിന് പോയത്. അതെങ്ങനെയാ, കുഞ്ഞിലേ ഉണ്ടോ അതോ ഈ പഠിത്തം നിർത്തിയ ശേഷം തുടങ്ങിയ താല്പര്യം? ഇല്ല, ഡാൻസ് എനിക്ക് ചെറുപ്പം തൊട്ട് ഡാൻസ്. ഞങ്ങൾ എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് ചേട്ടനുണ്ട്, സാബു എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഒരു ഡാൻസാണ് പണ്ടത്തെ. അപ്പോൾ ആ പുള്ളി അവിടെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ നോക്കി നിന്നിട്ട് അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം വന്നാണ് ഡാൻസിനോട്. അങ്ങനെയാണ് ഈ കല എന്നുള്ള സീനിൽ ഡാൻസിലൂടെ വന്നത്. സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്നത് 8 കഴിഞ്ഞിട്ടാണോ അതോ അതിന് മുമ്പേ ഉണ്ട്? ഇല്ല, ഞാൻ പഠിക്കാനൊന്നും പോയിട്ടില്ല. ഓൾറെഡി ഡാൻസ് എൻ്റെ ഉള്ളിലുണ്ടെന്ന് പറയാം. അങ്ങനെ പഠിക്കാനൊന്നും പോകേണ്ടി വന്നില്ല എനിക്ക്. ചെല്ലുക, ഒരു കൂട്ടുകാരനാണ് കൊറിയോഗ്രാഫി ചെയ്യണം, അവൻ ചെയ്യണ സ്റ്റെപ്പ് ഞാൻ പഠിച്ചു ചെയ്യും. ഫ്രീ സ്റ്റൈലിംഗ് ഡാൻസ് ആയിരുന്നു? ഫ്രീ സ്റ്റൈൽ, ക്ലാസിക്കൽ വെച്ച് ബാക്കി എന്തും ചെയ്യും. എല്ലാം ചെയ്യും. അപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കാൻ പ്രോഗ്രാമൊക്കെ ചെയ്യാം. പ്രോഗ്രാം ചെയ്യാൻ പോകാറുണ്ട്, ടെലിവിഷൻ അവാർഡ് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഡാൻസ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതെന്താ? ഡാൻസ് ചെയ്യുമ്പോൾ നമുക്ക് കൂട്ടുകാരന്മാരെ കൂടെ അല്ലേ, എല്ലാവരും ഉണ്ട്, പൊള്ളിയല്ലേ. എന്തൊക്കെ വേറെ ബാധ്യതകളൊന്നുമില്ല. നമ്മൾ ഹാപ്പി തന്നെ, അത് ഇഷ്ടത്തോടെ ചെയ്യണ കാരണം നമ്മൾ എല്ലാവരും ഹാപ്പിയിൽ തന്നെ അത് കൊണ്ടുപോകണം. ഡാൻസ് കണ്ടിട്ടാണോ നിങ്ങൾ പ്രണയിച്ചത്? ഇല്ല, അങ്ങനെ ഡാൻസിനുണ്ട്. ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ പുള്ളിക്കാരത്തിനെ അവിടെ വെച്ച് കണ്ട മീറ്റ് ചെയ്ത, അങ്ങനെ കണ്ട് അവിടെ ചേച്ചിയുടെ കൊച്ചിനെ ഡാൻസ് പഠിപ്പിക്കാൻ നമ്പർ തന്നതാണ്, പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ വിളിക്കാന്നുള്ള സീനിനെ മേടിച്ചാണ് നമ്പർ. പിന്നെ അങ്ങനെ വിളിച്ച് റൂട്ട് മാറി. വീട്ടിലുണ്ടല്ലേ? വിളിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തിയുണ്ട്. ഓക്കെ. എന്നിട്ട് വൈഫ് ഇപ്പോൾ ഹാപ്പിയാണോ ഈ സിനിമ ഒക്കെ കാണുമ്പോൾ? ഇപ്പോൾ ആള് നമ്മളൊക്കെ കഷ്ടപ്പാടില്ലെങ്കിൽ തന്നെ വീട്ടിൽ പെണ്ണ് ഓക്കെ, കുറച്ച് നമുക്ക് സമാധാനമാണ്. പൈസ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ സ്നേഹബന്ധം ഒരു സൈഡ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മെയിൻ ഘടകം പൈസ തന്നെ. അത് ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും കൊള്ളാം, നമുക്ക് മാത്രമല്ലല്ലോ. ഇപ്പോൾ കുഴപ്പമില്ല, ആള് ഹാപ്പിയാണ്, വലിയ സീനൊന്നുമില്ല. വൈഫ് ജോലി ചെയ്യുന്നുണ്ടോ അതോ? ജോലിയല്ല, ഞങ്ങൾ ചെറുപ്പം പോലെ കാണുന്നൊരു അമ്മച്ചും അപ്പച്ചനും പുള്ളി. അപ്പോൾ അവരുടെ മക്കള് ഒരാൾ ഹൈദരാബാദും ഒരാൾ ജർമ്മനിയിലാണ്. അപ്പോൾ അവർക്ക് രാവിലെ പോയി എന്തെങ്കിലും കാപ്പിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്താണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഹെൽപ്പ് എന്നുള്ള സീനിൽ അവരാവാം. അപ്പോൾ അവരെന്തോ അവക്കെന്തോ കൊടുക്കുമെന്നോ അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അവരെന്തോ കൊടുക്കും. അത് വൈഫിന് കിട്ടുന്ന വരുമാനത്തെ കുറിച്ച് ചോദിക്കാറില്ല. അവക്കടെ ആവശ്യം നമ്മ പണിയെടുക്കണ്ടല്ലോ വീട്ടിലത്തെ കാര്യത്തിൽ. അതെ, ആരെങ്കിലും ഒരാൾ സേവിങ് ആണല്ലോ. അതുകൊണ്ട് അപ്പം അങ്ങനെ പൈസ ഒക്കെ വേണ്ടി പോയല്ലോ. അപ്പം അവരൊരു പൈസ കൊടുക്കുക, അവള് പോയി എന്തായാലും ചെയ്യണല്ലോ, അതൊന്നും എന്ത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ അങ്ങനെ. വൈഫ് എവിടുത്തെ ഏരിയ? അവള് വടക്കഞ്ചേരി, പാലക്കാട് ഡിസ്ട്രിക്റ്റ് അല്ലേ? ഓക്കെ ഓക്കെ. അവിടെ വെച്ചാൽ അവിടെ രജനീകാന്ത് തലവെട്ടി കളഞ്ഞപ്പോഴേ പിള്ളേർ പേടിച്ചു പോയോ? പിള്ളേർ പേടിച്ചെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു തലവള ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നിലത്ത് കിടക്കുന്ന ഒരു തല കാണിക്കുന്നുണ്ട്. അത് എൻ്റെ മൊത്തം കമ്പ്യൂട്ടറൊക്കെ കൊണ്ടുവന്നിട്ട് എൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുത്ത് ഫേസിൻ്റെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ച് ഉണ്ടാക്കിയിട്ട് അതെടുത്തിട്ട് ഞാൻ എൻ്റെ തലയിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് അങ്ങനെ അയച്ചു കൊടുത്തു. എന്നിട്ട് എന്താ വേറെ തല, അച്ഛൻ്റെ വേറെ തല പേടിച്ചൊന്നുമില്ല, പേടിയൊന്നുമില്ല. നിങ്ങൾക്ക്
നിങ്ങൾക്കത് കണ്ടിട്ട് പേടിയായില്ല? എനിക്ക് പേടിയായില്ല, ഞാൻ കണ്ടിരിക്കണല്ലേ. ഇപ്പം തന്നെ പിന്നെ ഡാൻസ് നിർത്തി എന്താ? ഡാൻസ് നിർത്തിയൊന്നുമില്ല, വേറെ ഒന്നും. ഇപ്പോൾ ഇതിനൊക്കെ പോകണ കാരണം എനിക്ക് പോകാൻ പറ്റാറില്ല. ഇപ്പം സമയമില്ല എന്നല്ല, ഇപ്പം നമ്മൾ ഒരു വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്ത് തീർത്തില്ലെങ്കിൽ വലിയ പ്രശ്നമല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വില വിളിയുമ്പോൾ നമുക്ക് പോകേണ്ടിയും വരും. പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇന്നലെ രാത്രി കൂട്ടുകാരൻ്റെ ഡാൻസ് ക്ലാസ്സിലായിരുന്നു ഞങ്ങൾ. അവിടെ ഒരു ചെറിയ ബർത്ത്ഡേ പരിപാടിയൊക്കെ, പിന്നെ അവിടെ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്ത് എല്ലാവരും കൂടി പഴയ ആൾക്കാരെല്ലാം കൂടി കണ്ടപ്പോൾ എല്ലാവരും കൂടി ഇന്ന് പഴയ ഡാൻസ് ഒക്കെ കളിച്ച്. ആണല്ലേ? ഈ മൂവ്മെന്റ് ഒക്കെ ഉള്ളതുകൊണ്ടേ അതുകൊണ്ടാണ് ഇങ്ങനെ യങ് ആയിരിക്കുന്നല്ലേ എപ്പോഴും? അതങ്ങനെയാണ് അതാന്ന് തോന്നണ്ട, കുഴപ്പമില്ല. ഡാൻസ് കളിക്കണോണ്ടായിട്ട് തോന്നുന്നു. ഈ സുരാജ് ഇങ്ങനെ ഫുൾ ഡാൻസറായിട്ടൊക്കെ വരുന്നൊരു സിനിമയൊക്കെ വരട്ടെ, രസമായിരിക്കില്ലേ? അതെ, പൊളിക്കും. ചിലപ്പോൾ നമ്മളിപ്പോൾ ആൾക്കാർ ഓർക്കണമെന്നില്ലല്ലോ, അപ്പം അങ്ങോട്ട് ചെന്ന് ഞാനുണ്ട്, അഭിനയിക്കാൻ റെഡിയാണ് എന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനെയൊക്കെ ഒന്ന് ചാടി കയറിയിരിക്കും. തമിഴില് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അവിടെയൊക്കെ വില്ലന്മാരൊക്കെ ഡാൻസ് കളിക്കാൻ, അതൊക്കെ അടിപൊളിയാണ്. അവർക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഡാൻസൊക്കെ. കഴിഞ്ഞ പടത്തിൽ ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല, ടഫാണ് ആദ്യത്തെ പടത്തിൽ. അതിനകത്ത് കുറേ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പടത്തിൽ. അപ്പം എൻ്റെ ക്യാരക്ടർ ഞാൻ ചോദിച്ചു, ഒരു ഡാൻസിൻ്റെ അവിടെ ഒരു കോളനി സെറ്റപ്പിൽ ഒരു ഫോക്ക് ഡാൻസ് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ചോദിച്ചപ്പോൾ നിന്റെ ക്യാരക്ടർ ഡാൻസ് കളിക്കൂലെന്ന് ഇതിനകത്ത്, അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലല്ലോ നീ. കുമ്പളങ്ങിയിൽ ഇപ്പം ഷെയ്ൻ ആവട്ടെ, ശ്രീനാഥ് ഭാസി ആവട്ടെ, ഇവരൊക്കെ നല്ല ഡാൻസേഴ്സും കൂടി ആയിരുന്നല്ലോ അല്ലേ? നിങ്ങൾ തമ്മിൽ കളിയൊക്കെ ഉണ്ടായിരുന്നോ സെറ്റില്? സെറ്റിൽ കളി ഞാൻ ഡയലോഗ് അടിച്ച് കണക്കോ സെറ്റിൽ കളിക്കാൻ. ഫ്രീ ടൈമിലൊന്നും? ഫ്രീ ടൈമിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഫ്രീ ടൈമിൽ ഓരോരുടെ കാര്യങ്ങൾ. പിന്നെ ഞാൻ ഇപ്പോൾ നമ്മുടെ പിള്ളേരുണ്ടാവും, ഷെയ്നപ്പോൾ വേറെ വല്ല കാര്യങ്ങളും പാട്ടൊക്കെ കേട്ട് അവൻ വേറെ കൂടായിരിക്കും. ബാസി അടുത്ത് ഞാൻ പിന്നെ അങ്ങനെ അധികം പോയി മിങ്കിൾ ചെയ്യാറില്ല. അവൻ ഭയങ്കര വലിയ വലിയ കാര്യങ്ങൾ പറയുമല്ലേ. അവൻ നമുക്ക് നമ്മളെക്കാളും ചെറുപ്പമാണെങ്കിൽ അവൻ്റെ തിങ്കിങ് വർത്താനൊക്കെ വേറെ ലെവലിൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല അവനെ കൂടി. അത് കാരണം ഞാൻ അങ്ങനെ എന്നാലും സംസാരം അവൻ ശരിക്കും ശ്രീനാഥ് ഭാസി ഞങ്ങളെ പിയാൻഡി തേവരിൽ പിയാൻഡി കോടതി താമസിച്ച അവൻ്റെ കസിൻ വീടൊക്കെ തേവരിലുണ്ട്. അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് നിങ്ങളെ. അങ്ങനെ ഭാഷയായിട്ട് അങ്ങനെ ഞാൻ ആദ്യം മിങ്കിൾ ചെയ്യാറില്ല. പക്ഷെ ഷെയ്നായിട്ട് ഞാൻ നല്ല കമ്പനിയായിരുന്നു. ഷെയ്നായിട്ട് അടിപൊളിയായിരുന്നു. ഇപ്പൊ എങ്ങനെയാ ആ സെറ്റിലുള്ളവരൊക്കെ ആയിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ? ആ സെറ്റിലുള്ള എല്ലാവരായിട്ടും കോണ്ടാക്ട് ഉണ്ട്. ഷെയ്നയും ബാസിനൊന്നും ഞാൻ വിളിക്കാറില്ല. ഷെയ്ൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്പർ എന്തോ മാറിയോ, എനിക്ക് നമ്പർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിളിക്കാറില്ല. പക്ഷെ എൻ്റെ സാറ് അവനെ ഡാൻസ് പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ സംസാരിച്ചു അന്വേഷണമൊക്കെ പറയുമോ. ഓക്കെ ഓക്കെ. നിങ്ങൾ ഡാൻസിന് കൊറിയോഗ്രാഫി ചെയ്യാറുണ്ടോ? സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ടോ? സിനിമക്ക് ചെയ്തിട്ടില്ല. സിനിമക്ക് നമുക്ക് ഇവിടുത്തെ ഡാൻസേഴ്സിന് അതിനുള്ള യോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നണ്ട. കാരണം ഇവിടെയൊക്കെ കുറവാണ് അങ്ങനത്തെ ഡാൻസ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ഇല്ല ഇവിടെ ഡാൻസ്. പക്ഷെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു കാർഡ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെന്നൈയിലൊന്നും പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ കാർഡ് വേണം. അവിടുത്തെ കാരന് വാല്യൂ ഉള്ളു, നമ്മുടെ ഇവിടുത്തെ കാരന് വാല്യൂ ഇല്ല. ആ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ പോയി വർക്ക് ചെയ്യാം. നമ്മളിവിടെ ഡാൻസ് അങ്ങനെ അധികം അങ്ങടെ നിലകൊണ്ടിട്ടില്ല. അങ്ങനെ പാട്ട് പാടാറുണ്ടോ? ഇല്ലില്ല, പാട്ടൊന്നും പാട്ടൊന്നും പാടാൻ നടക്കൂല. കുട്ടികളുടെ പേരെന്താ? മൂത്താക്കടെ ഒരു ശ്രീലക്ഷ്മിന്ന്, ഇളയക്കടെ ഒരു ശ്രീനന്ദന്ന്. അവർക്കുണ്ടോ ഡാൻസ് അച്ഛനെ പോലെ? രണ്ടുപേരും പഠിക്കുന്നുണ്ട്. എൻ്റെ ക്ലാസിക്കും പഠിക്കുന്നുണ്ട്, വെസ്റ്റേണും പഠിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഡാൻസ് അവർ കാണാറില്ലേ? ഞങ്ങൾ ഒരുമിച്ചൊക്കെ ഡാൻസ് കളിക്കാറുണ്ടല്ലോ. റീലൊക്കെ എടുക്കാറുണ്ട്. നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറില്ലേ? നമ്മ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു സീരിയസ് ആയിട്ട് എടുക്കൂല. അപ്പൊ എന്നെ പഠിപ്പിച്ച ആളൊക്കെ കൊണ്ട് ആക്കിക്കോളാം. അവൻ്റെ വീട്ടിൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മ പഠിപ്പിച്ച ചേച്ചി കളി കൂടും. അപ്പോൾ പുള്ളിക്കാരനാകുമ്പോൾ എല്ലാ പിള്ളേരും ഉണ്ടല്ലോ, കുറേ വേറെ പിള്ളേർ. കാരണം അതിൻ്റെ കൂടി കളിച്ചോളൂ. നമ്മ പഠിപ്പിക്കാൻ പഠിക്കൂല. ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് പോകും. വേറെ കളി മൈൻഡാണല്ലോ. അതെ. അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയ അച്ഛനാണോ? ഇല്ല, സ്ട്രിക്റ്റ് ഒന്നുമില്ല. പിള്ളേർക്ക് ഫ്രീഡം ഉണ്ട്. അങ്ങനെ അച്ഛൻ 8ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയോല്ലേ?
പിള്ളേർ പക്ഷെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ പഠിക്കാൻ പറയുന്നുണ്ട്. ഉണ്ടല്ലേ, അത് സമ്മതിക്കില്ല. പഠിത്തത്തിന് അതൊരു വിട്ടുവീഴ്ചയില്ല, നമുക്കറിയാലോ. ഞാനിപ്പോ ഹിന്ദി പടം പോയി ചെയ്യാൻ പോയിട്ട് ഹിന്ദി ചെയ്യുന്നുണ്ടല്ലേ? ഹിന്ദി പറഞ്ഞ ചെയ്ത് കഴിഞ്ഞ് അത് അന്ന് ഞാൻ പെട്ടല് അല്ല, ഞാൻ ഓക്കെ അവരെന്നെ ഓക്കെ പറഞ്ഞ് വിളിച്ച് അവരെനിക്ക് കുറച്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് അയച്ചു കൊടുത്തു അവർക്ക്. അവർ ഓക്കെ പറഞ്ഞ് ഹിന്ദിയിൽ അയച്ചു കൊടുത്തു. ഹിന്ദി ഞാൻ പഠിച്ച് അത് ഡയലോഗ് അവർ ഒരു വോയിസ് നോട്ട് അയച്ചു തന്നു. അത് ഞാൻ അതുപോലെ തന്നെ പഠിച്ച് തിരിച്ച് പറഞ്ഞു കൊടുത്തു. ആ ഡയലോഗ് എന്നു പറഞ്ഞാൽ ഇരിക്കണം, പക്ഷെ അവിടെ ചെന്നപ്പോൾ ഡയലോഗ് മാറി. പിന്നെ വേറെ ഡയലോഗ് രണ്ടാമത് പഠിക്കണമല്ലോ. ആദ്യത്തെ ഷൂട്ടിനൊന്ന് പോയി എനിക്ക് ഡയലോഗ് പഠിച്ചിട്ട് അങ്ങനെ ഫ്ലോ വന്നില്ല. എനിക്ക് എക്സ്പ്രഷനും എല്ലാം നോക്കണമല്ലോ. ഡയലോഗ് നോക്കുമ്പോൾ എക്സ്പ്രഷൻ ഡയലോഗ് അങ്ങനെ രാത്രി വിട്ടു. അന്ന് നമുക്ക് നാളെ പഠിക്കാന്ന്, നാളെ പഠിച്ച് നമുക്ക് നാളെ പിടിക്കാന്ന്. ടെൻഷൻ ആക്കില്ല പുള്ളി തന്നെ, കൂളാക്കി തന്നെ വിട്ടെന്നെ. പിന്നെ ഞാൻ അവിടെ റൂമിൽ പോയിട്ട് എൻ്റെ കൂട്ടുകാരനോട് അവനെ അറിയാം ഹിന്ദി. പിന്നെ അവനോട് സംസാരിച്ച് അവൻ പറഞ്ഞു പഠിച്ചു പഠിക്കുന്നുണ്ട്. രാത്രി ഇല്ല, അവൻ്റെ കൂടെ ഉണ്ട്, അവനെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഹിന്ദി വലിയ വശമില്ലല്ലോ, നമുക്ക് ചായ പിടിക്കാൻ പോകണമെങ്കിൽ ഒരാൾ വേണമല്ലോ കൂടെ. അത് കാരണം ഞാൻ അവനെ കൊണ്ട് പോരാ. അപ്പോൾ അവനറിയാത്തതുകൊണ്ട് അത് കാരണം അവനെ പഠിപ്പിച്ച് എന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന്. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം പോയിട്ട് ഒരു പൊളിയാൻ വിളിച്ചു. ആണല്ലേ? ഡയറക്ടർ ആരായിരുന്നു ഹിന്ദിയിൽ? ഡയറക്ടർ പേര് ചോദിക്കില്ല, ഞാൻ മറന്നുപോയി. വേറെ ആരാ കൂടെ അഭിനയിച്ചൊക്കെ? കൂടെ എല്ലാം നല്ല ആർട്ടിസ്റ്റ് അവിടെ. എനിക്ക് പക്ഷെ ആരും അറിയാൻ പാടില്ല, ഹിന്ദി അറിയാത്ത കാരണം ഹിന്ദി പടം കാണാറില്ല. അതാണോ വിക്രമാസി കണ്ടെന്ന് പറഞ്ഞത്? ബ്ലാക്ക് ഈ കഴിഞ്ഞ മാസം ഈ മാസം 7-ാം തീയതിയാണ് റിലീസ്, OTT റിലീസ് ചെയ്തത്. ഈ ജൂലൈ കഴിഞ്ഞ മാസം ജൂണിൽ ഇറങ്ങിയോ പടം? ഇറങ്ങി, OTT ഇറങ്ങി, തിയേറ്റർ റിലീസാണ്. പേരെന്താ? ബ്ലാക്ക് ഔട്ട് ബ്ലാക്ക് ഔട്ട്. വേറെ ഒരു ഹിന്ദി വേറെ വന്നിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ സ്റ്റുഡിയോയിലേക്ക് വന്ന വഴിക്ക് ഒരു കോള് വന്നത് കൺഫേം അല്ല, എന്നോട് ഫ്രീ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഫ്രീ ആണ്. അപ്പൊ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയി അല്ലേ? ഹിന്ദി എന്നൊക്കെ ആളുകൾ ശ്രദ്ധിച്ച് വിളിക്കുന്നുണ്ടല്ലോ. അതെങ്ങനെയായിരിക്കും? അവരെങ്ങനെ ഏതെങ്കിലും സിനിമ കണ്ടിട്ട് വിളിച്ചാണോ അതോ ചോദിച്ചിരുന്നോ? ഹിന്ദിയിൽ ഫസ്റ്റ് വിളി വന്നത് തമിഴ് പടം ചെയ്ത് ആദ്യം വിളിച്ചു. അത് കണ്ടിട്ട് വിളിച്ചിട്ട്. ഹിന്ദിയിൽ പിന്നെ ഭാഷ ഒന്ന് ടാക്കിൾ ചെയ്യാൻ ബുദ്ധിമുട്ടെങ്കിലും അല്ലാതെ കംഫർട്ടബിൾ ആയിരുന്നു അല്ലേ? നല്ല ടീമൊക്കെ ആയിരുന്നു. നല്ല ടീമാണ്, നല്ല ഡീലിംഗ്. നമ്മളെ ആർട്ടിസ്റ്റിന്റെ വില നമുക്ക് അവിടെ ചെന്നാലും കിട്ടുമല്ലോ അവിടെ. അപ്പോൾ ഇനിയിപ്പോൾ തെലുഗു കൂടെ അഭിനയിച്ചാൽ മതി എന്ന് തോന്നുന്നു. അതെ, മലയാളമായി, തമിഴായി, കന്നഡയായി. തെലുങ്ക് എനിക്ക് വന്ന, പക്ഷെ ഞാൻ ഇതുപോലെ ഒരു ഉറപ്പുണ്ടായില്ല. ഞാൻ ഇപ്പൊ കന്നഡ ഏറ്റെടുത്ത പോലെ എനിക്കത് ചെയ്യാന്ന് പറയാനുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു. ലാംഗ്വേജിന്റെ അതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിട്ടു കളഞ്ഞൊരു തെലുങ്ക് പടം വന്നത്. അത് ആരുടെ പടം ഞാൻ മറന്നു, നടന്നു പേര്. അത് അടിപൊളി, അത് നല്ലൊരു സംഭവമായിരുന്നു. പക്ഷേ ഈ ലാംഗ്വേജിൻ്റെ പ്രശ്നം കാരണം ഞാൻ പേടിച്ചിട്ട് വേണ്ട ഇത്, പിന്നെ അവിടെ പോയി കാശ് മേടിച്ചിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് ഒക്കെ മേടിച്ച്, അത് കാരണം ഞാൻ വിചാരിച്ചില്ല. പക്ഷേ അങ്ങനെ പേടിച്ചിട്ട് കാര്യമൊന്നും മനസ്സിലായി. അപ്പോൾ പിന്നെ കന്നഡ വന്നപ്പോൾ ഞാൻ ചെന്ന് ചെയ്യാൻ ഞാൻ പറഞ്ഞു എനിക്ക് എഴുതി തന്നെ വായിക്കാൻ പറ്റില്ല, എനിക്കറിയാൻ പാടില്ല. എനിക്ക് വോയിസ് നോട്ട് വിടും, നിങ്ങൾ ഡയലോഗ് ആ ഒരു മോഡുലേഷൻ പിടി. അങ്ങനെ ഒരു മലയാളമൊക്കെ വായിക്കറിയാം. മലയാളത്തിൽ എഴുതന്നാൽ വായിച്ചു പഠിക്കാൻ ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ ഇല്ല അങ്ങനെയൊന്നുമില്ല, എളുപ്പം? ഇപ്പം അവരുടെ ഇത് വേറെ സംസാരമാണല്ലോ. കാരണം എനിക്ക് അവർ പറയുമ്പോൾ നമുക്ക് ആ വേരിയേഷൻ നമുക്ക് മനസ്സിലാവും. എഴുതി പഠിച്ച ആ സാധനം വരെ കിട്ടൂല നമുക്ക്. അപ്പൊ അവരെ കൊണ്ട് ഒരാളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അപ്പൊ അവന്റെ അങ്ങനെ പഠിക്കാം നമുക്ക്. ലെങ്ത് ഉള്ള റോളായിരുന്നോ കന്നഡയില്? സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ പിന്നെ നമ്മളെ പൂണ്ട് വിളയാട്ട് പറഞ്ഞു. ഒരു 7 ദിവസം തന്നെ ഫൈറ്റ്, നട്ടലൊക്കെ ഒടിഞ്ഞ്. നല്ലൊരു ഫൈറ്റ് മാസ്റ്റർ. അതായത് നമ്മുടെ ഈ ഇന്ത്യയിൽ 5 ഫൈറ്റ് മാസ്റ്റർ ഒരാളായിരുന്നു. ഫൈറ്റ് മാസ്റ്റർ ഒരാളായിരുന്നു പുള്ളി. നല്ലോണം നമ്മളെ മുതലെടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിഞ്ഞ്. പക്ഷെ സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഡൂപ്പൊന്നുമില്ല, ഡൂപ്പ് ഇടണമെങ്കിൽ ഇഷ്ടമല്ല, നമുക്ക് ചെയ്യാലോ. പിന്നെ എന്തിനാ ഡൂപ്പ്? നമ്മുടെ ഡാൻസർ ആയതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല. പേടിയൊന്നുമില്ല. നമ്മ എന്തായാലും സേഫ് ആണെന്ന് നമുക്കറിയാം. നമ്മ റോപ്പിലാണ്, വേറെ ഒന്നുമില്ല. സിനിമയോട് കൂടുതൽ ഇഷ്ടമായല്ലേ കുമ്പളങ്ങിക്ക് ശേഷം?
ആ പിന്നെ അത് വേറെ ലോകമല്ലേ. അതെ, സിനിമ എന്ന് പറയുക ലോകം. നമ്മളെ ചെന്ന് വെട്ട പിന്നെ ഇറങ്ങി പോകാൻ ഒരു മടിയായി. പണിയില്ലാതെ മാറി കേൾക്കാൻ പണിയാൻ. നമുക്ക് എപ്പോഴും വർക്ക് ഉണ്ടെങ്കിൽ ഒരു രസമാണ്. സിനിമക്കാരനായതിനു ശേഷമേ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വന്നു? സിനിമക്കാരന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, അതിനുള്ള ഒന്നും ആയിട്ടില്ല നമുക്ക്. എന്നാലും ഇപ്പോൾ നമ്മളെ പുറത്തേക്ക് ഇറങ്ങിയ ഒരു 10 പേര് നമ്മൾ തിരിച്ചറിയും. നാട്ടിൽ സ്റ്റാറായി. ആ നാട്ടിന് പണ്ടേ സ്റ്റാറാണ്. നാട്ടിൽ സ്റ്റാറായി. ഈ സിനിമക്കാര് ശ്രദ്ധിക്കുന്ന പോലെ ഭക്ഷണകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ ഇപ്പോൾ? അങ്ങനെ നമുക്ക് എന്തൊക്കെയായാലും ചോറും കറിയും നമുക്ക് പറ്റില്ല. അവിടെ പോയി എവിടെയെങ്കിലും മലയാളി കട ഉണ്ടെങ്കിൽ അവിടെ പോയി ഫുഡ് കഴിക്കും. ഈ ഹിന്ദിയിലൊക്കെ ചെയ്യാൻ പോകുമ്പോൾ അവിടെ നിന്ന് നമ്മുടെ മലയാളി ഹോട്ടൽ ഉണ്ടാവില്ല, അവിടെ ഓർഡർ ചെയ്ത് തപ്പിപ്പിടിച്ച് പോകും. അല്ലെങ്കിൽ ഓർഡർ ചെയ്യും നമുക്ക് സ്വിഗ്ഗിയിൽ. അങ്ങനെ അവിടുത്തെ ഫുഡൊന്നും ട്രൈ ചെയ്തില്ലേ? എനിക്ക് അവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര മസാല അങ്ങനത്തെ ഒരു അവിടുത്തെ ഫുഡ് എനിക്ക് പറ്റില്ല. ഞാൻ കന്നഡ ചെയ്യാൻ പോയിട്ട് അവിടെ ഈ മസാലയൊക്കെയാണുള്ള കൂടുതലും ഫുഡിനകത്തൊക്കെ. ഞാൻ ലാസ്റ്റ് മസാല ദോശ ചോദിച്ചത്, ഡെയിലി മസാല ദോശ. ആണോ? മടുക്കില്ലേ കഴിച്ചിട്ട്? എന്ത് ചെയ്യാനാണ്, വേറെ നിവൃത്തിയില്ല, വേറെ എന്ത് ചെയ്താലും നമുക്ക് പറ്റില്ല പിടിക്കാനുള്ള. മസാല ദോശ. അല്ലാതെ ഇപ്പൊ യാത്രയൊക്കെ പോവോ? യാത്ര കൂട്ടുകാരെ കൂടെയൊക്കെ പോവാം. ഞാൻ വേറെ പുറത്തേക്ക് ഒന്നും പോയിട്ടില്ല. നമ്മ കേരളം വിട്ട് ഞാൻ പുറത്ത് പോയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ആണോ? സിനിമയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഫസ്റ്റ് ഹൈദരാബാദ് പോകണം. ഓക്കെ ഓക്കെ. അച്ഛൻ മരിച്ചിട്ട് കുറച്ച് നാളായി. അച്ഛൻ മരിച്ചിട്ട് 8 വർഷം. വിശേഷമാണ് അവസാനം ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിനിമ. അതെ, മലയാളത്തിൽ ഇറങ്ങാൻ പോകുന്ന സിനിമ. എന്താ അതിലെ ക്യാരക്ടർ? എന്താ അതിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഡിറ്റോ എന്നാണ് എൻ്റെ പേര്. പുള്ളിക്കാരൻ അമേരിക്കയിലാണ്. അമേരിക്കയിൽ സെറ്റിൽ. അവിടെ നിന്നൊരു പെണ്ണിനെ കല്യാണം കഴിച്ച്, ഫോറിനറെ കല്യാണം കഴിച്ച്, പിന്നെ പെങ്ങക്കടെ കല്യാണത്തിന് നാട്ടിൽ വന്ന് കല്യാണം നടത്താൻ വേണ്ടി നാട്ടിൽ വന്ന ആങ്ങളാത്താണ് സീൻ. അപ്പൊ അതിനകത്ത് നമ്മുടെ അൽത്താഫിന്റെ ഫ്രണ്ടായിരുന്നു, പഴയ ബാല്യകാല ഫ്രണ്ടുകളാണ്. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടോ ക്യാരക്ടർ? ക്യാരക്ടർ അടിപൊളിയാ. കുറേ ഉണ്ടോ? കുറയില്ല, ഒരു കല്യാണ സീക്വൻസിൽ അത്രേ ഉള്ളൂ. ഒരാങ്ങള അതൊരു ഇതല്ല, പള്ളി കെട്ട് അങ്ങനെ. പിന്നെ കുറച്ച് അൽത്താഫും കൂടി കുറച്ച് കോംബോ സീനൊക്കെ. നല്ല ക്യാരക്ടർ റീച്ചാണ് ക്യാരക്ടർ. അച്ഛൻ നേരത്താണെങ്കിലും കുഴപ്പമില്ല, നല്ലതാണ്. അപ്പൊ വിശേഷം ഇനി ഇറങ്ങാൻ പോകണം. മലയാളത്തിൽ നിന്ന് വേറെ എന്തെങ്കിലും? മലയാളത്തിൽ നിന്ന് വേറെ പ്രോജക്റ്റ് ഒന്നും വന്നല്ല, ഇനി ഇറങ്ങാനും ഇല്ല. ഇനി ഇറങ്ങാനുള്ള വിശേഷം മാത്രമേ. അപ്പോൾ വിശേഷമൊക്കെ വലിയ ഹിറ്റ് ആവട്ടെ, ഒരുപാട് സിനിമകൾ വരട്ടെ. വിശേഷം നല്ലൊരു വിശേഷമാവട്ടെ. അതെ, നല്ല വിശേഷമാവട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞാൻ 3 മാസം എന്തായാലും തോന്നുന്നില്ലേ നിങ്ങൾ എന്നും തിരക്കാണ്. ഈ പ്രാവശ്യം എന്തായാലും ഞാൻ വരാന്ന് പറഞ്ഞതല്ലേ. അതെ, വിളിച്ചിട്ട് ഞാൻ തിരക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഒരുപാട് സന്തോഷം വന്നതിൽ. താങ്ക് യു.